സംവേദൻ സാൻവി വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്, ചെന്നൈയിലേക്കാണ്. അപ്പോൾ പാറൂസ് ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നതും ട്രെയിനിനെ അടുത്ത് കാണുന്നതും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. കുകു കുകു തീവണ്ടി പാടിക്കൊണ്ടാണ് ഈ ഒരു ട്രെയിൻ കാണുന്നത് തന്നെ. അപ്പോൾ പാറൂസിന് ഭയങ്കര സന്തോഷം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബറിൽ ക്രിസ്മസ് എക്സാമും കഴിഞ്ഞ് കൂട്ടിയ ഒരു സമയമാണ് നമ്മൾ ഈ ഒരു യാത്ര പുറപ്പെടുന്നത്. വൈകുന്നേരം 7 മണിയായി നമ്മൾ ട്രെയിന് കയറാൻ തന്നെ. അപ്പം കയറിയപാടെ തന്നെ ഏട്ടൻ വിരിച്ചെല്ലാം വെക്കുന്നത്. പാറൂസും ഞാനും ഇങ്ങനെ ഒരു സൊള്ളെല്ലാം കളിക്കുന്നത്. പാറൂസിനപ്പം മേലെ കയറിയാലും താഴെ കീയണം, താഴെ നിന്ന് അതാ ഇതുപോലെ വിളിച്ച് കുറേ നേരം കളിച്ച് അതിനുശേഷം വീണ്ടും മേലെ കയറണം. കുറച്ച് നേരം ഏട്ടൻ്റെ അടുക്കിയിരുന്ന് കുറച്ച് നേരം കളിച്ച് അങ്ങനെ ഒരു 8 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ ചെന്നൈ എത്തി. അപ്പോൾ അഞ്ചും അശ്വിനും കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ. അവർ വന്നു. നമ്മളങ്ങനെ നേരെ അവരെ ഫ്ലാറ്റിലേക്ക് പോയി. പിന്നെ അവിടെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പം പുറം കാഴ്ചകളെല്ലാം കണ്ട് നമ്മളങ്ങനെ പോയി. അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഫ്രഷായി നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ഒരു മാളിലേക്കായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് നേരം ചുറ്റിക്കറങ്ങി. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോയി. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ വന്നത് നമ്മളെ മറീന ബീച്ചിലേക്കാണ്. പിന്നെ പാറൂസിനും മോനും എല്ലാം ഐസ്ക്രീമെല്ലാം വാങ്ങി നമ്മൾ നേരെ ഫ്ലാറ്റിലെത്തി. അവിടുന്ന് രാത്രിയായപ്പം ഒരു വൈകുന്നേരം ആയപ്പം നമ്മൾ മറീന ബീച്ചിൽ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലോഗസ്റ്റ് ബീച്ചല്ലേ. അപ്പം കയറുന്ന പാടെ തന്നെ നമ്മുടെ ചോളം ഉണ്ടായിരുന്നു, അത് ഇതുപോലെ ചുട്ടെടുത്ത് കയറും. അപ്പോൾ അത് കാണാൻ വേണ്ടി നല്ല രസമാണ്. ഈ ഒരു തീ ഇങ്ങനെ ചടപട, അതിൻ്റെ ഒരു സൗണ്ടും ഉണ്ട്. അത് ഞാൻ ഇതിൽ കൊടുക്കാൻ പറ്റുമോ നോക്കാം. നല്ല രസമാണ്, ചടപടയെ പൊട്ടിയിട്ട് ഇതിങ്ങനെ തീ ചിതറുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും വാങ്ങിക്കഴിച്ച് സൈഡിൽ നിന്നും ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും വാങ്ങിക്കാനാണെങ്കിലും എന്താണെന്നാ പറയണ്ടേ, അതേപോലെ തന്നെ നല്ല തിരക്കുണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത് തീയാകുന്നത് ഇത് സൈഡിൽ നിന്ന് ഈ ഒരു ചേച്ചി ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട്, അന്നേരമാണ് നല്ലൊരു തീ വരുന്നത്. അപ്പോൾ അങ്ങനെ. പിന്നെ ഈ ഒരു ബലൂൺ കണ്ട നമ്മളെല്ലാം ചെറുതിൽ കാണുന്നതാണ്. നമ്മളെ നാട്ടിലൊന്നും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇല്ല. പക്ഷേ എങ്കിൽ ഇത് ഇവിടെ ഒരു തോക്കും വെച്ച് പൊട്ടിക്കാൻ വേണ്ടി ഇവരിങ്ങനെ നിരത്തി വെച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഇതുപോലെ തന്നെ എന്താണെന്നാ പറയണ്ടേ, ഒരുപാട് എല്ലായിടയ്ക്കും ആൾക്കാരുണ്ട്. ഇത്രയും നല്ല വെളിച്ചവും കാര്യങ്ങളും ആയിട്ട് നല്ല ആൾക്കാരും ഉണ്ട്. പിന്നെ കുറേ ആൾക്കാരിങ്ങനെ സൈഡിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ നല്ല തണുത്ത കാറ്റും എന്താണെന്നാ പറയണ്ടേ. അപ്പോൾ പാറൂസും മോനും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് തിര വരുന്നത്. പിന്നെ കുറച്ച് നേരം നമ്മളങ്ങനെ നിന്ന് പിന്നെ മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.